ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ലേസി ആയിട്ട് എഴുന്നേക്കുന്ന ഒരു ദിവസം ലേസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണല്ലോ അതിന്റെ ഒരു രീതി. സംഭവം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിൽ വലിയ കോംപ്രമൈസ് ഒന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാം. നമ്മളൊരു ബർഗർ ഒക്കെ കഴിക്കുന്ന ഒരു ഫീലിലൊക്കെ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. ആദ്യം ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതിനെ ബട്ടറൊക്കെ തൂത്ത പാനിൽ നിരത്തിയിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഒന്ന് തൂവി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന പോലെ എടുക്കുന്നുണ്ട്. ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. തക്കാളി ഇങ്ങനെ പൊള്ളിച്ചെടുത്തത് നമ്മളെ സാൻഡ്വിച്ചസിനകത്തൊക്കെ വെച്ച് കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ടുണീഷ്യക്കാരിയായിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു രീതിയാണ്. അവൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡിന്റെ സ്ലൈസസ് ഒക്കെ ഒന്ന് ബട്ടർ ഒക്കെ തേച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിനേക്ക് വീഡിയോയ്ക്കകത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ചെറിയ ഓംലെറ്റും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കി ആദ്യം തന്നെ വെക്കണം. ബുൾസൈ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം. എനിക്ക് ബുൾസൈ ഇങ്ങനെ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഇങ്ങനെ ലൂസായിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയതാണ്. ഇതോടുകൂടി നമ്മുടെ കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്രെഡിന്റെ സ്ലൈസിലേക്ക് ക്രീം ചീസ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ലെറ്റൂസിന്റെ ലീവ്സ് കട്ട് ചെയ്ത് വെച്ചു. അതിന്റെ മുകളിലേക്ക് നമ്മളപ്പോൾ പൊരിച്ചെടുത്തിരിക്കുന്ന ടൊമാറ്റോയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് സവാളയാണ് വെക്കുന്നത്. സവാള നമ്മൾ കുറച്ചൊന്ന് ഉപ്പിലിട്ട് തിരുമിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഈ ടൊമാറ്റോ ഫ്രൈ ആക്കിയതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈ ആക്കിയതും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷെ അതിനൊന്നുമുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇനി ബ്രെഡിന്റെ മറ്റൊരു സ്ലൈസിലേക്ക് മയണീസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ ഓംലെറ്റും കൂടെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റ് ആണ്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ലേസി ഡേ സാൻഡ്വിച്ച് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.